Hi dears, welcome to ACHUS DESIGN. ഇന്ന് നമ്മൾ ഈ ഒരു സിൽക്ക് ത്രെഡ് വെച്ചിട്ട് ഒരു സ്ലീവ് ഡിസൈൻ ആണ് നമ്മൾ ചെയ്യുന്നത്. സിൽക്ക് ത്രെഡ് മാത്രം പോരാ, നമുക്ക് കുറച്ച് കട്ട് ബീഡ്സ് വേണം, ഗോൾഡൻ കളറിലെ ചെറിയ കട്ട് ബീഡ്സ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഷുഗർ ബീഡ്സ് വേണം. തീരെ ചെറുതാണ് കേട്ടോ, ഭയങ്കര സ്മോൾ സൈസാണ് കേട്ടോ. ഇതുപോലത്തെ ചെറിയ ചെറിയ ഷുഗർ ബീഡ്സ്. അപ്പോൾ ഈ ഒരു 4 ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മളിന്ന് ഈ ഒരു സിമ്പിളായിട്ടുള്ള ഒരു സ്ലീവ് ഡിസൈൻ നമ്മൾ ചെയ്യുന്നത്. ബീഡ്സും ത്രെഡും ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസൈൻ. പ്രത്യേകിച്ച് എന്താ പറയുക, അളവുകളും കാര്യങ്ങളും ഒന്നുമില്ല. ഇതുപോലെ നമുക്ക് ജസ്റ്റ് സ്റ്റെമ്മോ ഫ്ലവേഴ്സൊക്കെ ആയിട്ടാണ് വരുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് മാറ്റി വരച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. മുകളിലൊരു ബോർഡർ ലൈനൂടെ കൊടുക്കണമെന്നേ ഉള്ളൂ. എത്ര ഇഞ്ചാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്ര ഇഞ്ച് എടുത്തിട്ട് ഒന്ന് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്റ്റെം ചെയ്ത് കൊടുക്കാം. സ്റ്റെം ചെയ്യാനായിട്ട് ഞാനിവിടെ കട്ട് ബീഡ്സ് ഇതുപോലെ ബാക്ക് സ്റ്റിച്ചായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്. ബീഡ്സ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ബാക്കിലേക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് ആ ഒരു സ്റ്റെം നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാവുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ലീവ് ഡിസൈനാണ് കേട്ടോ ഇത്. ഇതുപോലെ നമുക്ക് ആ ഒരു സ്റ്റെം ഒന്ന് ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്റ്റെമ്മൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനിയും സൈഡിലേക്ക് നമുക്ക് ലീഫ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ അതായത് ഷുഗർ ബീഡ്സാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു 8 or 7 നമുക്ക് എടുക്കാം. അപ്പോൾ എടുത്തിട്ട് ഒന്ന് ആദ്യം മുകൾ ഭാഗത്തായിട്ടൊന്ന് വീണ്ടിൽ ഇറക്കി കൊടുക്കുക. തൊട്ടടുത്തായിട്ട് വീണ്ടും നമുക്ക് അത്രയും തന്നെ ബീഡ്സ്, നമുക്ക് എത്രയാണോ അളവ് വേണ്ടത് അത്രയും തന്നെ ബീഡ്സ് നമുക്കിവിടെ എടുക്കുക. ഞാനിവിടെ ഒരു 8 ബീഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 8 ബീഡ്സ് തന്നെ എടുത്തിട്ട് ചെറിയൊരു ലീഫാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ എടുത്തിട്ട് കുറച്ചും കൂടി നീക്കിയിട്ട് ആ ഒരു ബീഡ്സ് ഇങ്ങോട്ടൊന്ന് തള്ളി ഒന്ന് നീഡിലെടുക്കുക. അടുത്തതും അതുപോലെ ഒന്ന് തള്ളിയെടുക്കുക. അപ്പോൾ നമുക്കൊരു ലീഫിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഫ്ലവറാണ് നമ്മൾ ചെയ്യുന്നത്. ഫ്ലവർ ചെയ്യാനായിട്ട് ഞാൻ ലേസി സ്റ്റിച്ചാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓരോ സ്റ്റെമ്മിൻ്റെയും മുകൾ ഭാഗത്ത് റൗണ്ട് കൊടുത്തിരിക്കുന്ന എല്ലാ ഫ്ലവേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇടയ്ക്കായിട്ട് നമ്മൾ കുറച്ച് റൗണ്ട്സ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ബീഡ്സ് വെച്ചിട്ടാണ് നമുക്ക് ഫ്ലവർ ചെയ്തെടുക്കേണ്ടത്. സ്റ്റെമ്മിൻ്റെ മുകൾ ഭാഗത്തായിട്ടല്ല നമ്മൾ ത്രെഡ് വെച്ചിട്ട് തന്നെ നമ്മൾ ഫ്ലവർ ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഈ ഒരു ത്രെഡ് എടുത്തിരിക്കുന്നത് 8 സ്ട്രാൻഡ്സിലാണ്. 8 സ്ട്രാൻഡ്സിൽ ലേസി സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ശരിക്കും ഒരു പാർട്ടി വെയർ സൽവാർ സെറ്റിൻ്റെയൊക്കെ സ്ലീവിലൊക്കെ നമുക്കിതുപോലെ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് നെക്കിലും ഈ ഫ്ലവേഴ്സും ബീഡ്സൊക്കെ വരുന്ന ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈൻ നമുക്ക് സ്ലീവിൽ കൊടുക്കാം കേട്ടോ. നമ്മൾ ഫ്ലവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചെറിയ റൗണ്ട്സ് ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ, അത് നമുക്ക് ബുള്ളിയൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ബീഡ്സ് വെച്ചിട്ട് തന്നെ ബുള്ളിയൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യത്തെ 2 പെറ്റിൽ 4 ബീഡ്സ് വെച്ചിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക. സെൻറ്റർ ഭാഗത്തെ 2 പെറ്റിൽ എന്നിട്ട് നമുക്ക് കുറച്ച് മുകളിൽ നിന്ന് നമുക്ക് ത്രെഡ് എടുക്കാം. നമ്മൾ ബുള്ളിയൻ റോസ് എങ്ങനെയാണ് ചെയ്യണത് അത് തന്നെയാണ് കേട്ടോ. ഇതുപോലെ എടുക്കുക. നമുക്കൊരു 7 or 8 ബീഡ്സ് എടുത്തിട്ട് നമ്മൾ ബുള്ളിയൻ റോസ് ചെയ്യുന്ന പോലെ തന്നെ ഫസ്റ്റ് പെറ്റിലൊന്ന് ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്ത പെറ്റിൽ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ചെയ്ത പെറ്റിലിൻ്റെ സെൻറ്റർ കൂടി കൊണ്ടുവരിക, ത്രെഡ് കൊണ്ടുവരിക. എന്നിട്ട് വീണ്ടും ഒരു 7 or 8 ബീഡ്സ് എടുക്കുക. ഇത് അടുത്ത പെറ്റിൽ ചെയ്യുക. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ബീഡ്സ് ബുള്ളിയൻ റോസ് ആണ് കേട്ടോ ഇത്. വീണ്ടും നമുക്ക് അടുത്ത പെട്ടിയിൽ ചെയ്യുക.
കണ്ടോ. ഇനി അടുത്തത് നമ്മൾ ആദ്യം ചെയ്ത പെറ്റലിൻ്റെ അവിടെ കുറച്ച് ഗ്യാപ്പ് കണ്ടോ, ആ ഒരു ഭാഗത്തു നിന്ന് ത്രെഡ് കൊണ്ടുവരിക. ഇപ്പം ചെയ്ത പെറ്റലിൻ്റെ സെൻറ്റർ ഭാഗത്ത് കൊണ്ടുവന്നിട്ട് സ്റ്റോപ്പ് ചെയ്യുക. കേട്ടോ, ഇത് ഇത്രയേ ഉള്ളൂ. നമ്മൾ വളരെ എളുപ്പത്തിൽ നമ്മൾ ബീം റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് അതിൻ്റെ ഇടയ്ക്കൊക്കെ കുറച്ച് ഗ്യാപ്പുകളൊക്കെ ഉള്ള ഭാഗത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈ ആദ്യം കണ്ട കട്ട് ബീഡ്സ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് മുകളിലത്തെ ആ ബോർഡർ ലൈൻ ഉണ്ടല്ലോ, ആ ബോർഡർ ലൈൻ ഒന്ന് നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 2 സ്ട്രാൻഡ്സിലാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. വളരെ തിന്നായിട്ടുള്ള ത്രെഡാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആ ബോർഡർ ഭാഗം മാത്രം ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. താഴത്തെ ഭാഗം എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ അടിക്കുകയാണ്, നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് മുകളിലൊക്കെ ആക്കുകയാണല്ലോ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു, യൂസ്ഫുൾ ആയെന്നും കരുതുന്നു. അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞു ബെല്ലൈക്കനുണ്ട്, അത് പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്നും പറഞ്ഞൊരു ഓപ്ഷൻ വരും, അത് തന്നെ എനേബിൾ ചെയ്യുക. താങ്ക്